കുട്ടീസ്, അപ്പം നമ്മൾ ഇന്ന് സൂപ്പർ കിങ്സിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ 3 ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. സോ ഫസ്റ്റ് സെക്ഷൻ എ, ക്വസ്റ്റ്യൻ നമ്പർ 1. ചൂസ് ദ ഓപ്ഷൻ ഷോയിങ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് ഡ്യൂറിങ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കറക്റ്റ് സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ഗാമറ്റോജെനസിസ്, ഫെർട്ടിലൈസേഷൻ, ഇൻസെമിനേഷൻ. തെറ്റാണല്ലേ മക്കളെ? ഇൻസെമിനേഷൻ നടന്ന ശേഷം മാത്രമാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. സോ ദിസ് ഗോസ് റോങ്. Gametogenesis, insemination, fertilization, implantation, gestation and parturition. Second option is right. ഇനി നമുക്ക് തേർഡിലേക്ക് ഒന്ന് നോക്കിയേക്കാം. Gametogenesis, insemination, fertilization, implantation, parturition. പ്രസവം കഴിഞ്ഞാണോ ഗസ്റ്റേഷണൽ പീരീഡ്? അല്ല 9 months ഓഫ് ഗസ്റ്റേഷൻ കഴിഞ്ഞാണ് പാർച്ചുറേഷൻ വരിക. Gametogenesis, insemination, implantation, fertilization. ഇവിടെ നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാണ് കുട്ടി യൂട്രസിൽ ഇംപ്ലാന്റഡ് ആവുക. സോ ദിസ് ഓൾസോ ഗോസ് റോങ്. ആൻസർ ഈ സെക്കൻഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. മാച്ച് ദ കോളം 1 and 2 ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. 1ൽ തന്നിരിക്കുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾ ആണ്. നമുക്കറിയാം സെമിനിഫറസ് ട്യൂബ്യൂൾ ആണ് എന്ത് ചെയ്യുക, അവിടെ വെച്ചാണ് സ്പെമാറ്റോജെനസിസ് നടക്കുന്നത്. സെർട്ടോളി സെൽസ് ആണ് ഇവിടുത്തെ നമ്മുടെ നറിഷ്മെന്റ് ഓഫ് സ്പേം ചെയ്യുന്ന ആൾ. അപ്പോൾ BT വെച്ച് ഞാൻ നോക്കുമ്പോൾ തന്നെ എനിക്ക് ഒരൊറ്റ ഓപ്ഷനേ വരും, ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ബാക്കി ചെക്ക് ചെയ്യാം. ലെഡിക് സെൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം ടെസ്റ്റോസ്റ്റിറോൺ ഫോർമേഷനെ സഹായിക്കും. എപ്പിഡൈഡമിസ് ഇസ് എ പ്ലേസ് വേർ ദ സ്പേം ഈസ് ടെമ്പറലി സ്റ്റോർഡ് ആൻഡ് വാസ് ഡിഫറൻസ് ഈസ് ദ പ്ലേസ് ത്രൂ വിച്ച് ദ സ്പേം ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ഔട്ട്സൈഡ്. അല്ലേ? Question number 3. Which of the following is wrongly matched ആണ് ചോദിച്ചിരിക്കുന്നത്. ലെഡിക് സെൽസ്, ടെസ്റ്റോസ്റ്റിറോൺ, കറക്റ്റ്. സ്പെമാറ്റോജെനസിസ് happens inside the seminiferous tubule. Male reproductive system pelvic regionലാണ്. യെസ്. സ്പെമാറ്റോഗോണിയ nourishes spermatozoa. തെറ്റാണ്. That is Sertoli cells which nourishes. Answer is fourth option. Question number 4. Find the incorrect option ആണ്. Uterus is inverted pear shaped. Correct. Ampulla is the widest part of fallopian tube. അവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇൻഫെൻറ്റിബിളും ഇസ് ദ ഫണൽ ഷേപ്ഡ് പാർട്ട് ഓഫ് ഫലോപ്പിയൻ ട്യൂബ്. ഫണൽ ഷേപ്ഡ് പാർട്ടാണ് ഇൻഫെൻറ്റിബിൾ എന്ന് പറയുന്നുണ്ട്. വിച്ച് ഈസ് ആക്ച്വലി റോങ്. യെസ്, ഫണൽ ഷേപ്ഡ് പാർട്ടാണ്. അവിടെയാണ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോൾഡ് ഫിംബ്രി ഉള്ളത്. ആൻഡ് ഇസ്തമസ് ഹാസ് എ വൈഡർ ലൂമൻ ആൻഡ് ജോയിൻസ് ദ യൂട്രസ്. ഇത് തെറ്റാണ്. നമുക്കറിയാം ഇസ്തമസ് എന്ന് പറയുന്നത് നാരോ ലൂമൻ ആണ്, ഏറ്റവും നാരോ പാർട്ടാണ്. ഇതാണ് യൂട്രസിനെ ജോയിൻ ചെയ്യുന്നത്. അല്ലേ? Question number 5. Identify A, B and C. Hypothalamus, anterior pituitary, Leydig cells to spermatogenesis. അപ്പോൾ നമുക്ക് നോക്കിയാലോ. നമുക്കറിയാം ഹൈപ്പോതലാമസിൽ നിന്ന് GnRH ആണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് റിലീസ് ചെയ്യുക. And this GnRH act on the anterior pituitary helps in the release of LH which act on the Leydig cells and helps in the release of testosterone or androgen. ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യന് ഞാൻ ആൻസറിലേക്ക് പോകുക. അപ്പോൾ നോക്കിയിട്ട് മക്കളെ, GnRH, FSH, അത് നോക്കണ്ട. GnRH, LH ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ അല്ല. GnRH, LH ആൻഡ് ആൻഡ്രോജൻ. ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. മാച്ച് ദ കോളം ആണ്. നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴും നമുക്കറിയാം ഇങ്ങനെയുള്ളൊരു കോളം വരുമ്പോൾ നമ്മൾ സെക്കൻഡ് കോളത്തിൽ നിന്ന് വായിച്ചു തുടങ്ങും. സ്റ്റിമുലേറ്റ് സ്പെമാറ്റോജെനസിസ്. സ്പെമാറ്റോജെനസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആൻഡ്രോജൻ സ്റ്റിമുലേറ്റ് സ്പെമാറ്റോജെനസിസ്. ആക്ട് ഓൺ ദ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി നമുക്കറിയാം GnRH ആണ്. അപ്പോൾ AQ വരുന്ന ഓപ്ഷൻ എന്തായാലും നമ്മൾ വെച്ച് ക്രോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. B നോക്കട്ടെ. LH എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റ്സ് ദ സെക്രീഷൻ ഓഫ് ആൻഡ്രോജൻസ്. യെസ്. സോ BR ആണ് വരിക. And you have FSH which act on the Sertoli cell. DS വരുന്നു. Answer is second option. Question number 7. A toxic substance response for chills, high fever recurring every 3 or 4 days in malaria fever is, അതിൻ്റെ പേരാണ് ഹിമോസോയിൻ. ഇത് റിലീസ് ചെയ്യുന്നത് ആരാണ്? നമുക്കറിയാം RBCന്ന് റിലീസ് ചെയ്യുന്നതാണ്. ഡാമേജ്ഡ് ഹിമോഗ്ലോബിൻ ബിക്കോസ് ഓഫ് ദി ആക്ഷൻ ഓഫ് ദി പാരസൈറ്റ് ആണ് ഇത് സംഭവിക്കുക. Question number 8. How many of the following structures contain 46 chromosome? നമുക്കറിയാം ഊഗോണിയ 46 chromosome, സ്പെമാറ്റിഡ്സ് 23 chromosome, polar body 23 chromosome, primary oocyte 46 chromosome, spermatozoa 23, primary spermatocyte again 46, secondary spermatocyte 23, spermatogonia 46. So 1, 2, 3 and 4 answer is fourth option. Question number 9.
In case of a couple where the male is having a low sperm count, which technique would be suitable for fertilization in vivo? Inside the body തന്നെ ഫെർട്ടിലൈസേഷൻ ചെയ്യണം, പക്ഷെ മെയിലിന് എന്താണ് ലോ സ്പേം കൗണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്പേമിനെ നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ആർട്ടിഫിഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. ഇതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുക. ആൻസർ is second option. Question number 10. Choose the correctly matched pair. ചോദിച്ചിരിക്കുന്നത് IUT, intrauterine transfer. Embryo is transferred into the fallopian tube അല്ല, യൂട്രസ് ആണ് ആഫ്റ്റർ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഗിഫ്റ്റ് ഗാമേറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്യൂബ് ട്രാൻസ്ഫർ ആണ്. ഇവിടെ സൈഗോട്ട് അല്ല, ഗാമേറ്റ് ആണ് കളക്ട് ചെയ്തിട്ട് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് വെക്കുക. അടുത്തത് AI, ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, ടേക്കിംഗ് സെമൻ ഫ്രം ദ ഡോണർ ആൻഡ് ട്രാൻസ്ഫറിങ് ഇറ്റ് ഇൻ ടു ദ ഫീമെയിൽ ജെനീഷ്യൽ ട്രാക്ട്. കറക്റ്റ് ആണ്. സിഫ്റ്റ് സൈഗോട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ഫെലോപ്പിയൻ ട്യൂബിനെയാണ് നമ്മൾ സിഫ്റ്റ് എന്ന് പറയുക. ICSI, that is intracytoplasmic sperm injection, one sperm injected into the ovum. It is correct. അപ്പോൾ നമുക്ക് പറയാം 3, 4 and 5 is correct. Answer is third option. Now going to question number 11. India's population crossed, നമുക്ക് പറയാം 7.2 billion in 7.2 billion in 2011 എന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് പോപ്പുലേഷൻ ആണ്. എന്നാൽ 1 അതിൻ്റെ ഓൾമോസ്റ്റ് ലൈക്ക് 1/7 of the percentage എന്ന് പറയാം. 1.2 ബില്യൺ ആണ് നമ്മൾ മെയ് 2011 ക്രോസ് ചെയ്തത്. Question number 12. Certain statements regarding amniosynthesis are given. Choose the correct option ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. Statutorily banned for sex determination. കറക്റ്റ് ആണ്. കാരണം otherwise it can lead to female feticides. Fetal cells in the amniotic fluid are analyzed to detect chromosomal disorders and genetic disorders. അതാണ് ശരിക്കും നമുക്കറിയാം അമ്നിയോസിന്തസിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. അമ്നിയോട്ടിക് ഫ്ലൂയിലുള്ള ഫീറ്റൽ സെൽസ് ഉപയോഗിച്ച് ക്രോമസോമൽ ജെനറ്റിക് ഡിസോർഡേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. Dissolved substance in the amniotic fluid are analyzed. Yes. Genetic disorders like sickle cell anemia, Down syndrome, hemophilia can be detected. All the statements are true. Answer is first option. Question number 13. അപ്പോൾ എഗെയിൻ നമുക്ക് 2 കോളംസ് തന്നു. ഒരു കോളംസിൽ എക്സ്പ്ലനേഷൻ ഉള്ളത് ഏതാണെന്ന് നോക്കിയേ. എൻട്രി ഓഫ് സ്പേം ത്രൂ സെർവിക്സ് ഈസ് ബ്ലോക്ക്ഡ് ബൈ. ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അതിന് വോൾട്ട് വേണം അല്ലേ. അത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ വെക്കുന്നതാണ്. A1 ആണ് വരിക. A1 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇനി ബാക്കി ചെക്ക് ചെയ്യാം. വാസ് ഡിഫറൻസ് ടൈഡ് ആൻഡ് കട്ട്, അതിനെയാണ് നമ്മൾ വാസെക്ടമി എന്ന് പറയുക. B IUDs നമുക്കറിയാം ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം ഇൻ ദ യൂട്രസ് B3 ആണ് വരുന്നത്. ആൻഡ് ട്യൂബെക്ടമി ഫെലോപ്പിയൻ ട്യൂബ് ഈസ് ടൈഡ് ആൻഡ് കട്ട്. സോ ആൻസർ ഈ സെക്കൻഡ് ഓപ്ഷൻ. Question number 14. Identify the correct order of steps involved in making a genetic cross in pea plant by mental. മെന്റൽ ആദ്യം എന്ത് ചെയ്യണം? പീ പ്ലാന്റിനെ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പറയാം ബിയിലാണ് ഓപ്ഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് 2 A ആണ് കൊടുത്തിരിക്കുന്നത്. എന്താന്നേ? ഇമാസ്കുലേഷൻ. അതെ. ആന്തേഴ്സിനെ റിമൂവ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ക്രോസ് പോളിനേറ്റ് ചെയ്യണം. ക്രോസ് പോളിനേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞേച്ച് F1 ഉണ്ടാവുന്നു. ഈ F1ൻ്റെ സീഡ് കളക്ട് ചെയ്തിട്ട് അതിനെ ഗ്രോ ചെയ്ത് അതിനെ നമ്മൾ എന്ത് ചെയ്യും? സെൽഫ് പോളിനേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് F2 ജനറേഷൻ ഉണ്ടാവും. ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. Question number 15. When a tall plant is crossed with a dwarf plant, the progeny is obtained where all tall. ഒരു tall plantനെ whatever the tall is cross with a dwarf plant. All the plants were of course tall എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ the genotype of the parent will be of course ഇത് എന്തായിരിക്കും? capital T ആയിരിക്കും. capital T cross small t. Answer is second option. Question number 16. If a capital T small t pea plant is crossed with another capital T small t pea plant, then the offsprings will be. നമ്മളുടെ F1 ക്രോസിൻ്റെ മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നോക്കാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്താണ് മക്കളെ? 3:1 ആണ് ഫിനോട്ടിഫിക് റേഷ്യോ. 1:2:1 ആണ് ജീനോട്ടിഫിക് റേഷ്യോ. 75% ടോൾ ആയിരിക്കും. 25% ഡോഫ് ആയിരിക്കും. കറക്റ്റ് ആണ്. 50% ഹോമോസൈഗസ് ആയിരിക്കും. യെസ്. റെസ്റ്റ് 50% heterozygous ആയിരിക്കും. So we can say all are correct. Answer is second option. Question number 17. The cytological event that corresponds to Mendel law of independent assortment is seen in. നമുക്ക് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഏത് ഫേസിലാണ് നമുക്ക് കാണാൻ പറ്റുക? നമുക്കറിയാം ക്രോമസോംസ് ഇൻഡിപെൻഡൻ്റ്ലി അസോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് അനാഫേസിലാണ് കാണാൻ പറ്റുക. ദാറ്റ് ഈസ് ഓപ്ഷൻ 2, അനാഫേസ് 1 of meiosis 1. Question number 18.
മാച്ച് ദ കോളം 1 and 2. നമുക്ക് നോക്കാം. ദ മോണോ ഹൈബ്രിഡ് ഫീനോട്ടിഫിക് റേഷ്യോ എന്ന് ചോദിച്ചു. 3:1 ആണ്. AP ആണ് വരിക. AP വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. നോക്കിയടാ, മോണോട്ടിഫിക് ജീനോട്ടിഫിക് റേഷ്യോ വരുമ്പോൾ 1:2, മോണോ ഹൈബ്രിഡ് ജീനോട്ടിഫിക് റേഷ്യോ 1:2:1, ഡൈഹൈബ്രിഡ് ജീനോട്ടിഫിക് റേഷ്യോ 1:1:1:4:2:1:2:1, and dihybrid phenotypic ratio is 9:3:3:1. Answer is third option. Question number 19. In heterozygotes, when both the alleles controlling a particular character express, their trait is called. എന്താ പറയുക, ഒരു ഹെട്രോസൈഗോട്ട് ആണ്, അവിടെ 2 ക്യാരക്ടറും എക്സ്പ്രസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡോമിനൻസ് എന്ന് പറയുന്നത്. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 20. മാച്ച് കോളം 1 and 2. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് നമ്മൾ കാണുന്നത് സ്നാപ് ഡ്രാഗണിൻ്റെ കേസിൽ അതിൻ്റെ ഫ്ലവർ കളറിൻ്റെ കേസിലാണ്. AQ വരുന്നു. 2 ഓപ്ഷൻസ്. ബി ചെക്ക് ചെയ്യാം. കോഡോമിനൻസ് AB ബ്ലഡ് ഗ്രൂപ്പിലാണ്. BP. സോ ആൻസർ ഷുഡ് ബി ഫോർത്ത് ഓപ്ഷൻ. പ്ലിയോട്രോഫി ഈസ് സീൻ ഇൻ ഫിനൈൽ കീറ്റോനൂറിയ. Question number 21. In which method of sex determination both male and female have same number of chromosome? മെയിലിനും ഫീമെയിലിനും സെയിം നമ്പർ ഓഫ് ക്രോമസോം ഉള്ളത് ഏത് കേസിലാണ്? എക്സോ ടൈപ്പിൽ പറ്റില്ല, കാരണം മെയിലിന് ഫീമെയിലിനേക്കാളും 1 ക്രോമസോം കുറവാണ്. ഹാപ്ലോ ഡിപ്ലോണ്ടിക്കിലും മെയിൽ ഹാപ്ലോയിഡും ഫീമെയിൽ ഡിപ്ലോണ്ടിക്കും ആണ്. ഇനി ZZZW യെസ്, നമുക്കറിയാം ആകെയുള്ളത് ZZW എന്നുള്ള സെക്സ് ക്രോമസോം നമ്പർ അല്ല, പാറ്റേൺ ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. ഓൾ ദ അതർ നമ്പർ ഈസ് ദ സെയിം. അത് തന്നെയാണ് XY ടൈപ്പ് ഓഫ് ഹ്യൂമൻ സെക്സ് ഡിറ്റർമിനേഷനും 46 ക്രോമസോം ഈസ് പ്രസൻറ്റ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ. അപ്പോൾ നമുക്ക് പറയാം both 2 and 3. ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. Question number 22. A daughter will not normally be colorblind unless her mother is dash and her father is dash respectively. നമ്മളിത് പറഞ്ഞിരിക്കുന്നത് ഡോട്ടർ വിൽ നോട്ട് നോർമലി ബി കളർ ബ്ലൈൻഡ്. അപ്പോൾ ഡോട്ടർ കളർ ബ്ലൈൻഡ് ആണ്. ഓക്കെ, ഡോട്ടർ കളർ ബ്ലൈൻഡ് ആണെങ്കിൽ ഫാദർ എന്തായിരിക്കണം? കളർ ബ്ലൈൻഡ് ആയിരിക്കണം. 1 X ക്രോമസോം ഫാദർ എന്ന് വരുന്നു, 1 X ക്രോമസോം മദർ എന്ന് വരുന്നു. അപ്പം മദർ ഈതർ ക്യാരിയർ ആയിരിക്കണം അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ് ആയിരിക്കണം. ഇഫ് ബോത്ത് ദ ഡോട്ടേഴ്സ് നമുക്ക് പറഞ്ഞില്ല, ഡോട്ടർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ വി ക്യാൻ സേ മദർ ഈസ് ക്യാരിയർ, ഫാദർ എന്തായാലും കളർ ബ്ലൈൻഡ് ആയിരിക്കണം. മദർ ക്യാൻ ബി ക്യാരിയർ ഓർ കളർ ബ്ലൈൻഡ്. ക്യാരിയർ നോ ഓപ്ഷൻ ഓഫ് ക്യാരിയർ ഇൻ മെയിൽസ്. കളർ ബ്ലൈൻഡ് നോർമൽ നോട്ട് പോസിബിൾ. ക്യാരിയർ കളർ ബ്ലൈൻഡ് ഇറ്റ് ഇസ് പോസിബിൾ. ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. Question number 23. Sickle cell anemia is caused by the substitution of dash by dash. നമുക്കറിയാം glutamic acid by valine ആണ്. On the 6th position of beta chain of hemoglobin. Answer is third option. Question number 24. Which one of the following is incorrect? ഇത് mating between relatives ആണ്. Sex unspecified, female affected individual. So answer is first option. It's mating between relatives or consanguineous marriage. Question number 25. നോക്കിയടാ, ലിങ്ക്സ് ദ അഡ്ജസൻറ്റ് ന്യൂക്ലിയോടൈഡ്സ് ഓഫ് DNA. DNAയുടെ അടുത്തുള്ള ന്യൂക്ലിയോടൈഡ്സിനെ ലിങ്ക് ചെയ്യുന്ന ബോണ്ടാണ് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്. സോ ലെറ്റ് സി. CP വരുന്നു, CP വരുന്ന ഓപ്ഷൻസ് 3 എണ്ണം. എ നൈട്രജൻ ബേസ് ലിങ്ക് ടു OH ഗ്രൂപ്പ് ഓഫ് 1 ഫസ്റ്റ് കാർബൺ ഓഫ് പെൻറ്റോസ് ഷുഗർ. നമുക്കറിയാം നൈട്രോജീനിയസ് ബേസിന് പെൻറ്റോസ് ഷുഗറുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് N ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. AQ ആണ് വരിക. AQ കൂടെ വരുമ്പോൾ 2 ഓപ്ഷൻ. ഇനി ഞാൻ അതിൽ D ആണ് ചെക്ക് ചെയ്യുക. 2 ഹൈഡ്രജൻ ബോണ്ട് എവിടെയാണ് കാണുന്നത്? ബിറ്റ്വീൻ അഡിനിൻ ആൻഡ് തൈമിൻ യു ഹാവ് 2 ഹൈഡ്രജൻ ബോണ്ട്. DT ആണ് വരിക. ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ ഇറ്റ് സെൽഫ്. ആൻഡ് C, 3 hydrogen bond between C and G. And you know phosphoester bond is present between a phosphate group and the 5OH group of a pentose sugar. Question number 26. Find the correctly matched pair ആണ് ചോദിച്ചിരിക്കുന്നത്. Mixture nuclein. Yes. Griffith transforming principle. Correct. Avery MacLeod McCarthy biochemical nature of transforming principle. Hershey and Chase unequivocal proof that DNA has genetic material. All are correct. Answer is first option. Question number 27. Find the incorrect option ആണ് ചോദിച്ചിരിക്കുന്നത്. Deoxyribonucleoside monophosphate എന്താണ്? Energy and substrate for DNA synthesis. Incorrect ആണ്, കാരണം ഡിയോക്സിറൈബോന്യൂക്ലിയോസൈഡ് മോണോഫോസ്ഫേറ്റ് അല്ല, ട്രൈഫോസ്ഫേറ്റ് ആണ് നമുക്ക് സബ്സ്ട്രേറ്റ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുക. ഇതിൻ്റെ 2
ഹൈ എനർജി ഫോസ്ഫേറ്റ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്താണ് നമ്മൾ എനർജി റിലീസ് ചെയ്യുന്നത്. 28. Match list 1 and 2. നമുക്ക് നോക്കാം. സെലക്ഷൻ ഓഫ് റെസിസ്റ്റന്റ് വേരിയന്റ് ഡ്യൂ ടു എക്സസീവ് യൂസ് ഓഫ് ഹെർബിസൈഡ് ആൻഡ് പെസ്റ്റിസൈഡ്. ഇതിനെയാണ് നമ്മൾ എവല്യൂഷൻ ബൈ ആന്ത്രോപോജനിക് ആക്ഷൻ എന്ന് പറയുക. D1 ആണ് വരുന്നത്. D1 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇനി ബാക്കി ചെക്ക് ചെയ്യാം. ബോൺസ് ഓഫ് ഫോർ ലിംബ് ഓഫ് മാൻ ആൻഡ് വെയിൽ, രണ്ടുപേരും മാമൽസ് ആണ്. സോ ദാറ്റ് ഇസ് ഹോമോലോഗസ് എവല്യൂഷൻ. ഹോമോലോഗസ് എന്ന് പറയുന്നത് ഡൈവേർജന്റ് എവല്യൂഷന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. വിങ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്, രണ്ടെണ്ണത്തിന്റെ ഒറിജിൻ ഡിഫറെന്റ് ആണ്. thereby it is analogous organs, comes under convergent evolution. And adaptive radiation is seen in Darwin's finches. Question number 29. Then നോക്കടാ, physicist postulation of genetic codon, that is George Gamow itself. AP വരുന്നു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ബാക്കി നോക്കാം. Cell free system for protein synthesis is Marshall Nirenberg. CQ homopolymer and copolymer by Hargobind Khurana and Severo Ochoa ആണ് polynucleotide phosphorylase എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തോടു കൂടി എന്താണ് ടെംപ്ലേറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള RNA സിന്തസിസ് പോസിബിൾ ആക്കിയത്. Question number 30. Which among the following process occur during charging of or amino acylation of tRNA? Amino acylation of tRNA സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? Activation of amino acid in the presence of ATP? Yes. Activation of mRNA by ATP? ഇല്ല. Linkage of activated amino acid to their cognate DNA? Yes. amino acidനെ ATP ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നു, എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ആൻറ്റികോഡോൺ അനുസരിച്ചുള്ള കോഗ്നേറ്റ് ആയിട്ടുള്ള tRNAയിലേക്ക് നമ്മൾ അമിനോ ആസിഡിനെ ആഡ് ചെയ്യുന്നു. സോ ബോത്ത് 1 and 3 ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. Question number 31. In eukaryotes, the regulation of gene expression could be exerted at. നമുക്കറിയാം യൂകാരിയോട്സിൽ നമുക്ക് ട്രാൻസ്ക്രിപ്ഷനെ സ്റ്റോപ്പ് ചെയ്യാം, പ്രോസസ്സിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാം, ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം ആൻഡ് ട്രാൻസ്ലേഷൻ, ഈ എല്ലാ ലെവലിനെയും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. 32. Match the column 1 and 2. നമുക്ക് നോക്കാം. ട്രാൻസ് വരുന്നത് by your A gene, ZYA gene. അപ്പോൾ നമുക്ക് DP വരുന്നു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ബാക്കി ചെക്ക് ചെയ്യാം. പെർമിയേസ് Y, റിപ്രസർ ഓഫ് ലാരക്കപ്രോൺ I ജീൻ, റിപ്രസർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് I ജീനാണ്. ആൻഡ് ബീറ്റ ഗലാക്ടോസിഡേസ് by Z. ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. Question number 33. The lowest number of genes, largest and the maximum number of genes are respectively found on which human chromosome? Lowest number of genes ഉള്ളത് Y ക്രോമസോമിലാണ്. ലാർജസ്റ്റ് ജീൻ ലാർജസ്റ്റ് ജീൻ എന്ന് പറയുന്നത് ഡിസ്ട്രോഫിൻ X ക്രോമസോമിലാണ് ഉള്ളത്. മാക്സിമം നമ്പർ ഓഫ് ജീൻസ് ഉള്ളത് ക്രോമസോം നമ്പർ 1 സോ ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. Question number 34. Identify the incorrectly matched pair ആണ് ചോദിച്ചിരിക്കുന്നത്. Origin of Earth 4 billion years ago. തെറ്റാണ്. 4.5 billion years ago. Origin of life 4000 billion years ago അല്ല, 4 billion years ago. Origin of universe 20 billion years ago. Miller's experiment 1953. Origin of non-cellular form of life is 3 billion years ago. 2 billion years ago cellular form of life ആണ് അല്ലേ. So it's 3 billion years ago. നമുക്ക് പറയാം 3 and 4 is correct. Incorrectly matched ആണ് നമ്മളത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം 1, 2 and 5 is incorrect. Answer is third option. Question number 35. How many of the following are correctly matched ആണ് ചോദിച്ചിരിക്കുന്നത്. RNA polymerase 1 transcribes 28S, 18S. correct ആണ്. RNA polymerase 2 transcribes hnRNA. 3 transcribes snRNA. Tailing 200 to 300 adenylate residue on the 5' അല്ല 3' എൻഡിലാണ്. ക്യാപ്പിംഗ് നടക്കുന്നത് 5' എൻഡിലാണ്. അപ്പോൾ നമുക്കറിയാം correctly matched 3 ആണ്. ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. Now going to section B. നമുക്കറിയാം 15 questions ഉണ്ട്, out of which you have to just answer 10 questions. So let's go. First, match list 1 and list 2 with respect to the convergent evolution. Flying phalanges, അതിനാണ് ഫ്ലൈയിങ് സ്ക്വറൽ വരിക. സോ D1 വരുന്ന എല്ലാ ഓപ്ഷൻസും അത് തന്നെയാണ്. നുംബാറ്റ് എന്ന് പറയുന്നത് ആൻറ്റീറ്റർ ആണ്. C2 വരുന്ന ഓപ്ഷൻസ് രണ്ടെണ്ണം. ബി ചെക്ക് ചെയ്യാം.
സ്പോട്ടഡ് കസ്കസ് ലെമൂർ ആണ്, A3 ആണ് വരിക. So answer is first option itself. And Tasmanian tiger cat, that is bobcat in placenta. Answer is first option. Question number 37. Hardy-Weinberg equation, the frequency of heterozygous individuals. Heterozygous individuals നമ്മൾ represent ചെയ്യുന്ന 2pq എന്നാണ്. That is capital T small t. Answer is second option. Question number 38. Match the given column 1 and 2 and choose the correct option ആണ് ചോദിച്ചിരിക്കുന്നത്. 1938 സൗത്ത് ആഫ്രിക്ക നമുക്കറിയാം സീലക്കാന്തിനെ ഡിസ്കവർ ചെയ്തത് C1 ആണ് വരിക. C1 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. നോക്കാം ബാക്കിയുള്ള ആൻസേഴ്സ്. B2 യെസ്, സീ വീഡ്സ് ഉണ്ടായിരിക്കുന്നത് 320 മില്യൺ ഇയേഴ്സ് എഗോ ആണ്. ദെൻ യു ഹാവ് C1, യു ഹാവ് A4 ദാറ്റ് ഈസ് യെസ് ഇൻവെർട്ടിബ്രേറ്റ്സ് 500 മില്യൺ ഇയേഴ്സ് എഗോ. നമുക്കറിയാം ഇക്തിയോസോഴ്സ് എന്ന് പറയുന്ന 200 മില്യൺ ഇയേഴ്സ് എഗോ ഉണ്ടായ വാട്ടറിലുള്ള റെപ്റ്റൈലാണ്, വാട്ടറിലുള്ള ഡിനോസേഴ്സ് ആണ്. ആൻഡ് യു ഹാവ് ജോലസ് ഫിഷസ് 350 മില്യൺ ഇയേഴ്സ് എഗോ. Question number 39. Chronological order of human evolution from early to recent is Australopithecus, Ramapithecus തെറ്റാണ്. Ramapithecus കഴിഞ്ഞാണ് Australopithecus ഉണ്ടാവുന്നത് അല്ലേ. Australopithecus 3 മില്യൺ ഇയേഴ്സ് എഗോയും 2 മില്യൺ ഇയേഴ്സ് എഗോയും Ramapithecus 15 മില്യൺ ഇയേഴ്സ് എഗോയാണ്. Ramapithecus, Australopithecus, Homo habilis and Homo erectus. Answer is second option. Question number 40. Which type of natural selection does the graphical representation indicate? ഈ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഡിസ്ട്രപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ ആണ്. 2 പീക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ആ 2 പീക്കും എന്താണ് സംഭവിച്ചത്? ദ എക്സ്ട്രീം ക്യാരക്ടേഴ്സ് ആർ സെലക്റ്റഡ് ആൻഡ് ദ മീഡിയം ക്യാരക്ടർ ഈസ് എലിമിനേറ്റഡ്. Question number 41. Statement 1. Continental drift isolated marsupials of Australia. Correct ആണ്. Success of marsupial radiation in Australia was due to the lack of competition from other mammals. Both the statements are correct. Answer is first option. 42. Identify the mismatched pair malignant tumor, neoplastic cells, metastasis. നമുക്കറിയാം നിയോപ്ലാസ്റ്റിക് സെൽസ് ആണ് അവിടെ ഉള്ളത്. മെറ്റാസ്റ്റാസിസ് സംഭവിക്കും. ബിനൈൻ ട്യൂബർ, ആബ്സെൻസ് ഓഫ് ഇൻഡെഫിനിറ്റ് ഗ്രോത്ത്, കൺഫൈൻഡ് ടു എ ഒറിജിനൽ ലൊക്കേഷൻ. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു സർജറി വഴി റിമൂവ് ചെയ്യാൻ പറ്റും. ദേ ഹാവ് എ ലിമിറ്റഡ് ഗ്രോത്ത്. എക്സ്റേ, ഗാമ റേസ്, കാർസിനോജൻസ്, അയണൈസിങ് റേഡിയേഷൻസ്. നമുക്കറിയാം എക്സ്റേസും ഗാമ റേസും അയണൈസിങ് റേഡിയേഷൻസ് ആണ്. ദേ ആർ ഓൾസോ ഫിസിക്കൽ കാർസിനോജൻസ്. Contact inhibition is a special property of cancer cells. Yes, contact inhibition is a special property of cancer cells where that is not a special property of cancer cells. They lack contact inhibition എന്നാണ് നമ്മൾ പറയുക അല്ലേ. കോണ്ടാക്ട് ഇൻഹിബിഷൻ ഇസ് എ നോർമൽ പ്രോപ്പർട്ടി ഓഫ് എ സെൽ. കാരണം ഏതൊരു സെല്ലിനും തൊട്ടടുത്തുള്ള സെൽസിൻ്റെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് തൊട്ടടുത്തുള്ള സെൽസ് മധ്യത്തിരിക്കുന്ന സെല്ല് എത്രമാത്രം വളരണമെന്ന് കൺട്രോൾ ചെയ്യും. ഇതിനെയാണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയുക. ഇത് ഇല്ല എന്നുള്ളതാണ് ക്യാൻസർ സെൽസിൻ്റെ പ്രത്യേകത. സോ ലാക്ക് ആണ് പറയാനുള്ളത്. ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. 43. Method of cancer detection does not include biopsy, histopathological study, രണ്ടും ഉണ്ട്. Blood and bone marrow test to detect leukemia, correct. Use of X-rays in CT scans and radiography, correct. Use of UV rays and X-rays in MRI. UV rays X-rays അല്ല, MRIയിലെ മാഗ്നറ്റിക് റിസണൻസ് ആണ് ഇവിടെ ചെയ്യുക. മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. Question number 44. Antigen binding site is present on which terminal of the peptide chains in an antibody? നമുക്കറിയാം ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റുകൾ വരുന്നത് N ടെർമിനലിലേക്കാണ്. C ടെർമിനലാണ് മാസൽസുമായിട്ട് ബൈൻഡ് ചെയ്യുക. N terminal of the amino terminal. Answer is first option itself. Question number 45. Which of the given statement are correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഈസ് പാത്തജൻ സ്പെസിഫിക്. തെറ്റാണ്. പാത്തജൻ നോൺ സ്പെസിഫിക് ആണ്. ആര് വേണമെങ്കിലും ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി വഴി അറ്റാക്ക് ചെയ്യാൻ പറ്റും. അക്യൂർഡ് ഇമ്മ്യൂണിറ്റി ഈസ് പാത്തജൻ സ്പെസിഫിക്. കറക്റ്റ് ആണ്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ടേക്സ് ടൈം ടു ഗീവ് ഇറ്റ്സ് ഫുൾ എഫക്റ്റീവ് റെസ്പോൺസ്. യെസ്, അതുകൊണ്ട് തന്നെയാണ് ഒരു വാക്സിൻ എടുത്ത അടുത്ത ദിവസം നമുക്ക് സെയിം വൈറസിൻ്റെ അസുഖം വന്നു കഴിഞ്ഞാൽ യു വിൽ ആക്ച്വലി ക്യാച്ച് ഇറ്റ് ബിക്കോസ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി റിക്വയർഡ് ടൈം. Saliva in the mouth and tear in eyes act as physiological barriers for pathogens. Correct ആണ്. അപ്പോൾ നമുക്ക് പറയാം കറക്റ്റ് ഓപ്ഷൻസ് 2, 3 and 4. ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ itself. Question number 46. Match column 1 and 2. എർത്രോസൈലം കൊക്കയാണ്, കൊക്കെയിൻ. സോ BP വരുന്നു. 2 ഓപ്ഷൻസ്. ഹാലൂസിനോജൻസ് നമുക്കറിയാം പപ്പാവസ് ഓംനിഫറസ് ഇവിടെ എല്ലാ ഹാലൂസിനോജനാണ്. അപ്പോൾ അതൊരു കൂടെ വേഗമായിട്ട് ബാക്കിയുള്ളത് ഞാൻ
സെലക്ട് ചെയ്യാണ്. പെപ്പാവ സോംനിഫറസ് എന്നാണ് നമുക്ക് ഒപ്പിയം അല്ലേ, ഒപ്പിയം പോപ്പി അല്ലെങ്കിൽ പെപ്പാവ സോംനിഫറസ് എന്നാണ് ഒപ്പിയോയിഡ്സ് കിട്ടുക. സോ CQ വരുന്നു. ആൻസർ ഷുഡ് ബി ഫസ്റ്റ് ഓപ്ഷൻ. ദെൻ കനാബിസ് സറ്റൈവ എന്നാണ് കനാബിനോയിഡ്സ് ഡിറൈവ് ചെയ്യുക. ആൻഡ് ഡെറ്റൂറ ഈസ് എ ഹാലൂസിനോജൻ. ക്വസ്റ്റ്യൻ നമ്പർ 47. Interact with receptors of the brain and are known to have an effect on cardiovascular system. Cardiovascular systemത്തിലും എഫക്റ്റ് ഉള്ള ബ്രെയിനിലെ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത് കനാബിനോയിഡ്സ് ആണ്. ഇറ്റ് ഈസ് ഈവൻ അബ്യൂസ് ബൈ സ്പോർട്സ് പേഴ്സൺസ്. A2 ആണ് വരിക. A2 വരുന്ന ഓപ്ഷൻ. ഇത് A1 ആണ്. ഇവിടെ A3 ആണ്. സോ A2 ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ ഇറ്റ് സെൽഫ്. നോക്കാം ഇനി. ബൈൻഡ്സ് ടു ദ റിസപ്റ്റേഴ്സ് ഓഫ് GI and CNS, slow down body function opioids. Alkaloid that stimulates adrenal gland to release adrenaline and noradrenaline, it is nicotine, which can actually cause adrenaline rush. Has potent stimulating effect on CNS, producing sense of euphoria, that is cocaine. Question of 48. നമുക്ക് നോക്കാം. മ്യൂക്കസ് കോട്ടിംഗ് ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് ഫിസിക്കൽ ബാരിയർ. D1 ആണ് വരിക. D1 വരുന്ന ഓപ്ഷൻ ഒരെണ്ണേ ഉള്ളൂ. ഇൻറ്റർഫെറോൺസ് എന്ന് പറയുന്നത് സൈറ്റോകൈൻ ബാരിയേഴ്സ് ആണ്, റിലീസ്ഡ് ബൈ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ്. ന്യൂട്രോഫിൽസ് ആൻഡ് മാക്രോഫേജസ് ആർ സെല്ലുലാർ ബാരിയേഴ്സ്. ദേ അറ്റാക്ക് ദി എനി പാത്തജൻ എൻറ്ററിംഗ് ദ ബോഡി ആൻഡ് tear and saliva are physiological barriers. Question number 49. Statement A. In a woman after hysterectomy, removal of uterus, the ovarian cycle is absent. തെറ്റാണ്. ovarian cycle will be present because it is all dealt by hormones. അപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യുന്നത് പറഞ്ഞാൽ ഓവേറിയൻ സൈക്കിൾ നടക്കില്ല എന്ന് ഇല്ല. ആഫ്റ്റർ ഹിസ്റ്ററക്ടമി സെക്രീഷൻ ഓഫ് FSH and LH, പ്രൊജസ്ട്രോൺ ആൻഡ് ഈസ്ട്രോജൻ സ്റ്റോപ്സ്. അതും തെറ്റാണ്. ദീസ് ആർ ഹോർമോൺസ്. ദേ വിൽ ബി റിലീസ് ബിക്കോസ് ഇറ്റ്സ് ഓൾ റിലീസ് ഫ്രം ദ ഓവറി, നോട്ട് ഫ്രം ദ യൂട്രസ്. സോ വി ക്യാൻ സേ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്. ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. ആൻഡ് ഗോയിങ് ടു ദ ഫൈനൽ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് മാച്ച് റിഗാർഡിംഗ് പാത്തോജൻ ആൻഡ് ഇറ്റ് സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ. ലിംഫാറ്റിക് വെസൽസിലാണ് ഉച്ചിറേറിയ, മലായി അല്ലെങ്കിൽ ബ്രോങ്കോഫ്റ്റി നമുക്കറിയാം. അതാണ് നമ്മളുടെ എലിഫന്റിയാസിസ് ഉണ്ടാക്കുന്നത്. യെസ്, they will actually block the lymphatic channels and make gross deformations in the lower limb. Haemophilus influenza respiratory tract pneumonia ഉണ്ടാക്കുന്നു. Female Anopheles RBC and liver. ലാർജ് ഇൻഡസ്റ്റൈൻ എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ ആകെയുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഫീമെയിൽ എനോഫിലസ് അല്ല RBCനെ ലിവറിനെ അറ്റാക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പാത്തജൻ പ്ലാസ്മോഡിയം. ഇറ്റ് ഈസ് ആക്ച്വലി പ്ലാസ്മോഡിയം വിച്ച് ഇൻജെക്ട്സ് female Anopheles which injects plasmodium into our body. Plasmodium ആണ് RBCനെ ലിവറിനെ അറ്റാക്ക് ചെയ്യുന്നത്. സോ ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. So that's it മക്കളെ. നമ്മളുടെ GIB ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇറ്റ് വാസ് എ മോഡറേറ്റ് പേപ്പർ. സോ a mark ranging from 160 to 180 is an excellent score. ആർക്കൊക്കെ എന്തൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ ഇറർ ബുക്കിലേക്ക് ചേഞ്ച് ചെയ്ത് മാറ്റാം. So see you with another question discussion. Bye.